മലയാള സിനിമയിലെ എന്നല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായിരുന്നു തിലകൻ. തന്റെ അതുല്യമായ അഭിനയശേഷി കൊണ്ട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ അദ്ദേഹം കൈവയ്ക്കാത്ത വേഷങ്ങളില്ല. തന്റെ 4 പതിറ്റാണ്ടോളം നീണ്ട അഭിനയ ജീവിതത്തിനിടയിൽ ഒട്ടേറെ വിവാദങ്ങളിലും അദ്ദേഹം ചെന്നുപെട്ടിരുന്നു. അതൊരു ഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തുന്നതുവരെ നീളുകയും ചെയ്തു. പല കാരണങ്ങളാൽ അദ്ദേഹത്തെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ വിലക്കിയിരുന്നു. പിന്നാലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫിഫ്കയും താരത്തിന് വിലക്കേർപ്പെടുത്തി. ഇപ്പോഴിതാ തിലകനെ നേരിട്ട പ്രയാസങ്ങളെക്കുറിച്ചും അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമൊക്കെ തുറന്നു പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മലയാള സിനിമയിൽ തിലകൻ പെരുന്തച്ഛൻ തന്നെയായിരുന്നു എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. അമ്മയിൽ നിന്നും ഫിഫ്കയിൽ നിന്നുമൊക്കെ വിലക്ക് വന്നപ്പോൾ സീരിയൽ അഭിനയത്തിലേക്ക് താരം തിരിഞ്ഞെങ്കിലും അവിടെയും അവർ പാര പണിഞ്ഞുവെന്നും ഒടുവിൽ നാടകത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ ജീവിതത്തിൽ പിടിച്ചു നിന്നതെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. ദിലീപിനെതിരെ തിലകൻ ഉന്നയിച്ച ആരോപണങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തിലകൻ എന്ന മഹാനടനെ മലയാള സിനിമ സമ്മാനിച്ച വിലക്ക് എന്നും ഒരു കറുത്ത ഏടായി തന്നെ നിലനിൽക്കും. ജീവിച്ചിരിക്കുമ്പോൾ നൽകാത്ത പരിഗണനയും സ്നേഹവും ഒക്കെ തിലകൻ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ കൊടുത്തിരുന്നു. കല്ലെറിഞ്ഞവർ പൂവെറിയുന്നതും നെഞ്ചിൽ മുറിവേൽപ്പിച്ചവർ കണ്ണീരൊഴുക്കുന്നതും പതനം ആഗ്രഹിക്കുന്നവർ നല്ല വാക്കുകൾ കൊണ്ട് അനുശോചനം അർപ്പിക്കുന്നതുമൊക്കെ നാം കണ്ടതാണ്. കഴിവുകൊണ്ട് മാത്രം ഉന്നതിയിലെത്തിയ കലാകാരനാണ് തിലകൻ. അല്ലാതെ സോപ്പിട്ടും മണിയടിച്ചും പാദസേവ ചെയ്തും മറ്റു മൂന്നാംകിട വൃത്തികേടുകൾക്ക് കൂട്ടുനിന്നും നേടിയതല്ല അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങൾ. ഇതൊക്കെ സിനിമയിലെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും അംഗീകരിച്ച കാര്യമാണ്. സിനിമയിൽ അന്നും ഇന്നും തുടരുന്ന കുതികാൽവെട്ട്, കുത്തിത്തിരിപ്പ്, കൂട്ടിക്കൊടുപ്പ് എന്നിവയൊന്നും തിലകൻ ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അമ്മയും ഫിഫ്കയുമായും ഒരേ സമയം പിണങ്ങേണ്ടി വന്നതാണ് തിലകനെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയതിന്റെ കാരണം. അന്ന് വിഷയം തണുപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പകരം ചൂടുപിടിപ്പിക്കാൻ കുറെ പേർ ഉണ്ടായിരുന്നു. അന്നത്തെ സാംസ്കാരിക മന്ത്രിക്ക് മാത്രമായിരുന്നു ഇത് പരിഹരിക്കാൻ പറ്റുമായിരുന്നത്. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്റെയൊക്കെ സ്ഥിതി തിലകന്റേതുപോലെ ആയിരിക്കുമെന്ന് അന്നവർ പലരോടും പറഞ്ഞിരുന്നു. അമ്മ സംഘടന ഒരു മാഫിയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മോഹൻലാൽ മികച്ചൊരു അഭിനേതാവാണ്, നല്ല സ്നേഹമുള്ള ആളുമാണ്. പക്ഷേ തന്റെ ചുറ്റുമുള്ള ആളുകളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ലാൽ പരാജയപ്പെടുമെന്ന് തിലകൻ അന്നേ പറഞ്ഞിരുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായ എന്നാണ് നെടുമുടി വേണുവിനെ തിലകൻ വിശേഷിപ്പിച്ചത്. ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ അഭിനയിക്കാൻ തിലകൻ ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിരുന്നു. എന്നാൽ ആ വേഷം നെടുമുടി വേണു തട്ടിയെടുത്തു എന്നാണ് തിലകൻ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് തനിക്ക് വേണുവിനോട് വിരോധമില്ലെന്നും അവജ്ഞയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. നടൻ ദിലീപ് കൊടും വിഷമാണെന്നും അവനെ സൂക്ഷിക്കണമെന്നും തിലകൻ ചേട്ടൻ അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജാതി വേർതിരിവ് സിനിമയിലുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം അദ്ദേഹം ഒരു ദൈവവിശ്വാസിയല്ലായിരുന്നു. തിലകൻ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും പിൽക്കാലത്ത് സത്യമായി തീർന്നിട്ടുമുണ്ട്. ഫേവറേറ്റ് പാല് കൊഴുപ്പ് കുറഞ്ഞത് കത്രിന ചേച്ചിക്ക്, കൊഴുപ്പുള്ളത് കിങ്ങിണിക്ക്, ജിമ്മൻ ജോണിക്ക് സ്പെഷ്യൽ പാല്. ഹലോ, ഇന്നോട്ട് ഞങ്ങൾക്കും കൂടെ മിൽമ. അല്ല, മിൽമ പാല് പലതരത്തിലുണ്ടല്ലോ. അതിലേതാ? ഞങ്ങൾക്ക് നീലപ്പാക്കറ്റ്. ഓ, അപ്പൊ നിങ്ങൾക്ക് ചായക്കുള്ള പാൽ പ്രൈം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 5 വേരിയന്റുകളിൽ മിൽമ ഇപ്പോ പുതിയ പാക്കിംഗിൽ. ടോണ്ടായാലോ? അല്ല, പാലേ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.